പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഫ്രീ ആയ സമയമാണ്. ഇപ്പോൾ ഓഫീസിൽ നിന്നും തിരിച്ചു വരുന്ന സമയം. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. ഞാനിപ്പോൾ ഇതുവഴി വന്നപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് കൂട്ടുകാരെ. ഞാൻ യാദൃച്ഛികമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വരാനൊന്നും വന്നതല്ല, പക്ഷേ ഒരു അവസരം കിട്ടി, അങ്ങനെ വന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഭയങ്കര വയലൻ്റാണ്. കാരണം കടൽ പ്രക്ഷുബ്ധമായിട്ട് കിടക്കുകയാണ് കൂട്ടുകാരെ. ഞാൻ ഇവിടെ നിന്ന് ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണുന്നു. അടിപൊളി. വേളിൽ ഞാനിങ്ങനെ മുകളിലോട്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല വ്യക്തമായിട്ടും ക്ലിയറായിട്ടും കാണാം. താഴെയാണെങ്കിൽ നമ്മൾ നല്ല എപ്പോഴും ശ്രദ്ധിക്കണം. താഴെ ഈ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പിന്നെ അത് കാരണം അങ്ങ് ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ. ഈ ലൈഫ് ഗാർഡ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഗ്രൂപ്പായിട്ട് വരുന്ന കൂട്ടുകാർ അവരെല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയാണ്. അത്രയും ആഴത്തിലുള്ള സ്ഥലത്തേക്ക് കുളിക്കരുതെന്ന്, അല്ലെങ്കിൽ വെരി ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എല്ലാവരും അങ്ങ് ഇറങ്ങുകയാണ്. അവരെ ഇങ്ങനെ ഇവിടുന്ന് ഈ അറ്റം തൊട്ട്, കാരണം കിലോമീറ്ററുകളോളം നടന്ന് ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നടന്ന് ഈ ലൈഫ് ഗാർഡുകൾ ഈ ആൾക്കാരെ നിയന്ത്രിക്കുന്നു. എന്നാലും അവർ അടുത്ത ഒരു ഗ്രൂപ്പിനെ മാറ്റുമ്പോൾ അടുത്ത ഗ്രൂപ്പ് അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇത് കാണുന്നതാണ് കൂട്ടുകാരെ. അങ്ങ് ദൂരെയായിട്ട് കാണുന്നത്. ഒരു ബദാം മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടുകാരെ. ഇവിടെ നിന്നപ്പോൾ അത്രയ്ക്ക് വെട്ടം അടിക്കുന്നില്ല, അതുകൊണ്ട് ക്ലിയറായിട്ട് കിട്ടും. അങ്ങ് ദൂരെയായിട്ടാണ് ലൈഫ് ഗാർഡ് ഈ നിയന്ത്രണം നടത്തുന്നത്. പുള്ളി ഈ ഒരു മഞ്ഞ ടീഷർട്ടും ഒരു റോസ് പാൻറ്റുമാണ് വേഷം. ലൈഫ് ഗാർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുള്ളി അവിടെ ഇങ്ങനെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. നല്ല റിസ്ക്കുള്ള ജോലിയാണ്. എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല വഴക്കും പറഞ്ഞ് നല്ല കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു. കടലങ്ങ് പ്രക്ഷുബ്ധമായിട്ട് കിടക്കുകയാണ്. തിര അറ്റം വരെ വരുന്നുണ്ട്. അത്രയ്ക്കങ്ങ് ആണ്. ഞാൻ ഇതെല്ലാം വാച്ച് ചെയ്ത് ഇവിടെ നിൽക്കുന്നു. ഈ കടയൊക്കെ അടച്ചിരിക്കുന്നു, കാരണം വൈകിട്ട് ഇതൊക്കെ തുറക്കും. ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്ന് കാണുന്നു. കാരണം ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിരിക്കുന്നു. അത് കാരണം ഇവിടെ ഇതിങ്ങനെ എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ് കൂട്ടുകാരെ. ഈ ബദാം മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം. നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം. ദൂരെയുള്ള കുറേ ആൾക്കാരൊക്കെ ഒരേ കളറ് സാരിയും ഒരേ കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. കാരണം എവിടെയെങ്കിലും ഫംഗ്ഷനെങ്ങനെ പോയിട്ട് വന്നതായിരിക്കാം. കൂട്ടുകാരെ, എന്തായാലും അടിപൊളി വ്യൂ ആണ്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകുന്നതാണ്. പട്ടികളെല്ലാം താഴെ ഇങ്ങനെ എപ്പോഴും കാണും. അത് കാരണം താഴോട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും കെയർ ചെയ്ത് നിൽക്കണം. തിര അടിക്കുന്നത് കണ്ട, അങ്ങ് ദൂരെയായിട്ട് വരുന്ന തിരകൾ കണ്ട ഭയങ്കര. പട്ടികളൊക്കെ കിടന്ന് ഓടുന്നു കണ്ട. ഒരു കൊച്ച് നല്ല ഉല്ലസിച്ച് കളിക്കുന്നു അവിടെ നിന്ന്. അവരുടെ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും അടുത്തിരിക്കുന്നു. ബിസ്ക്കറ്റൊക്കെ കൊടുക്കും. കൊച്ച് കാക്കകളെ ഓടിച്ച് കളിക്കുന്നു. ഇതുവഴി ഇങ്ങനെ നടന്ന് കാണുന്നതാണ് ഏറ്റവും എൻജോയ്മെൻറ്റ്. കാരണം മഴയെല്ലാം അങ്ങ് മാറി. ഇപ്പോൾ നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കൂട്ടുകാരെ. ഒരു അനുഭവമാണ് ഇവിടെ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ. അങ്ങ് ദൂരെ ആയിട്ടാണ് കോളേജ് സ്റ്റുഡൻസ്